എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അങ്ങനെ അടുത്തൊരു വീക്കെൻഡ് കടന്നുപോയി. ഇതിനിടയിൽ കുറച്ച് മലയാള സിനിമകളൊക്കെ OTT-യിൽ ഇറങ്ങിയിട്ടുണ്ട്. 3 സിനിമകളാണ് ഞാൻ OTT-യിൽ കണ്ടത്. ഒന്ന് ലിറ്റിൽ ഹാർട്ട്സ്, ഷെയ്ൻ നിഗം, ബാബുരാജ്, പിന്നെ നമ്മുടെ റിച്ചി പണിക്കർ, ഇതിനൊക്കെ ഉള്ളൊരു സിനിമ, ഒരു കോമഡി സിനിമയാണ്. പിന്നെ അടുത്തത് പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് കോമഡി അങ്ങനൊരു സിനിമ. അതിൽ നമ്മളെ റോണി വർഗീസ്, പിന്നെ വിൻസി അലോഷ്യസ് അവരാണ് ഉള്ളത്. പിന്നെ അതിൽ നമ്മുടെ അസീസ് നെടുമങ്ങാട് ഉണ്ടല്ലോ, പുള്ളി അഭിനയിക്കുന്നുണ്ട്. മൂന്നാമത്തെ സിനിമ ഗോളം. ഇതുവരെ സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഈ 2 സിനിമ, ഈ പഴഞ്ചൻ പ്രണയത്തിനെ പറ്റിയിട്ടും ഗോളത്തെ പറ്റിയിട്ടും ഞാനിതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഗോളം ഒരു ക്രൈം ത്രില്ലറാണ്. സോ 3 സിനിമ കണ്ടു. ആദ്യം തന്നെ ലിറ്റിൽ ഹാർട്ട്സിനെ പറ്റി പറയാം. ഷെയ്ൻ നിഗം പിന്നെ ബാബുരാജ് കോംബോ ആണ്, അച്ഛനും മകനായിട്ട്. പിന്നെ ബാബുരാജിൻ്റെ ഫ്രണ്ടായിട്ട് നമ്മുടെ റിച്ചി പണിക്കർ. ഒരു ഇടുക്കി ആ സൈഡിലുള്ള ഒരു ടൈപ്പ് സെറ്റപ്പാണ്. കഥ വലിയ കുഴപ്പമൊന്നുമില്ല, സിനിമയും വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ ചില കുറച്ച് ബോറടിയുള്ള സീനുകൾ, ബിക്കോസ് നമ്മുടെ ഷൈൻ ടോം വന്നിട്ട് പുള്ളിയുടെ കുറച്ച് ക്യാരക്ടറിൻ്റെ ആയിട്ടുള്ള കുറച്ച് സീനുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ. അല്ലാതെ ഈ കോമഡിയും റൊമാൻസൊക്കെ കുഴപ്പമില്ല, നേരം പോക്കാണ്, കണ്ടിരിക്കാം. ചെറിയ ചെറിയ അവിടെ കോമഡി അവിടെ ഇവിടെയൊക്കെയാണ്. ബാബുരാജിൻ്റെ കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. ചില തമാശകളൊക്കെ ബോറാണ്, പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഭയങ്കര സംഭവമുള്ള സിനിമയാണ്, വലിയ കോമഡിയൊന്നും പറയുന്നില്ല. പക്ഷേ അല്ലറ ചില്ലറ കോമഡി അവിടെ ഇവിടെയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കാണാം, വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ കാണാം. പിന്നെ അടുത്ത സിനിമ പഴഞ്ചൻ പ്രണയം. ഈ സിനിമയെക്കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എവിടെയൊക്കെയോ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. പക്ഷേ വലിയ ഇതിനെപ്പറ്റിയുള്ള സോഷ്യൽ മീഡിയയിലൊന്നും വലിയൊരു ചർച്ചകളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. തിയേറ്ററിലൊക്കെ ഓടിയോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ OTT-യിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. നല്ലൊരു എന്താ പറയുക, ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള ഒരു റൊമാൻറ്റിക് കോമഡി. റോണി വർഗീസ് ഒരു സാധു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു മലയാളം ടീച്ചർ, ഗവൺമെൻറ് അധ്യാപകൻ, ജോലി വിട്ടിട്ട് സ്വന്തം അച്ഛനെ നോക്കി നടക്കുന്ന. അച്ഛന് കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി വീട്ടിൽ വന്നിട്ട് അച്ഛനെ നോക്കുകയാണ്. അവിടെ ഒപ്പം ട്യൂഷൻ എടുക്കുന്നുണ്ട്. പുള്ളിക്ക് 40 വയസ്സ് കഴിഞ്ഞു, പക്ഷേ കല്യാണമൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ പെണ്ണന്വേഷണം നടക്കുന്ന ഒരു കഥ. സുഹൃത്തായിട്ട് അസീസ് ഉണ്ട്. ആ ഒരു സിനിമ. പിന്നെ അതിൽ ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് വിൻസി അലോഷ്യസ് വരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കുറച്ച് എന്താ പറയുക സിറ്റുവേഷൻസും അതും കുറച്ച് കോമഡിയും. വലിയ കോമഡി എന്നൊന്നും പറയാം, അങ്ങനെ ഭയങ്കര ഉല്ലസിച്ചിരിക്കുന്ന കോമഡി അല്ല, ഒരു ചെറിയ നർമ്മങ്ങളും അതൊക്കെ. പക്ഷേ നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയ ഫീൽ ഗുഡ് എവിടെയൊക്കെയോ വരുന്നൊരു സിനിമയാണ്. എനിക്ക് ഒരു ഇഷ്ടമായി സിനിമ. നല്ലൊരു എന്താ പറയുക, നമുക്കൊരു സമാധാനം തോന്നും ഫിലിം കാണുമ്പോൾ. പിന്നെ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ചെറുതായിട്ടൊരു വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈവൻ ദോ ഭയങ്കര അതിലൊരു പ്രായ വ്യത്യാസമുള്ള ഒരാൾക്കാരെ പോലെ തന്നെയാണ് അവർ ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. എന്നാലും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്, വലിയ ബോറൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെ അടുത്തിറങ്ങിയത് ഗോളം എന്ന് പറയുമ്പോൾ എനിക്കിതിനെ പറ്റി യാതൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞാനിത് പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ക്രൈം ത്രില്ലർ. ദിലീഷ് പോത്തനാണ് അതിൽ എനിക്ക് ആകെ അറിയാവുന്നൊരു നടൻ, മെയിൻ ക്യാരക്ടർ. വേറെ എല്ലാവരും എന്താ പറയുക, ഒരു ന്യൂ കമേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ സോ ഐ ഡോണ്ട് നോ ഹൂ ഇറ്റ് ഈസ്. ഐ ഡോണ്ട് നോ മോസ്റ്റ് ഓഫ് ദം. സംഭവം ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു ഓഫീസിനുള്ളിൽ ഒരു ബോസ് വന്നിട്ട് ബാത്റൂമിൽ പോയി വരുമ്പോൾ പിന്നെ അയാൾ മരിക്കുന്നു. എങ്ങനെയാണ് മരിച്ചത്, അപ്പോൾ അത് അന്വേഷിക്കാൻ ഒരു
പോലീസ് ഓഫീസർ വരുന്നു, അതിൻ്റെ ബാക്കിലുള്ള അന്വേഷണം, അതിൻ്റെ ബാക്കിലുള്ള കഥ രസകരമായിരുന്നു ശരിക്കും. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. വളരെ എന്താ പറയുക, അവരുടെ ഒരു ബഡ്ജറ്റും ഇതൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അത് പോലീസും കുറ്റാന്വേഷണമൊക്കെ വളരെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. അങ്ങനെ വലിയ ബിഗ് ബഡ്ജറ്റ് സ്റ്റാർസും സൂപ്പർ സ്റ്റാർസും അതൊന്നും ഇല്ലാതെ, വലിയ വലിയ നടന്മാരും ഒന്നുമില്ലാതെ, സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഒരു പുറകിലുള്ളൊരു സ്റ്റോറി, എങ്ങനെ മരിച്ചു, എങ്ങനെ അത് മരണമായിരുന്നു, അത് കൊലപാതകമായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയായിരുന്നു, അങ്ങനെയുള്ളൊരു കൺക്ലൂഷൻ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ ബോറടിയില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ. സിദ്ദിഖുണ്ട് ഒരു കഥാപാത്രമായിട്ട്, പക്ഷേ ഒരു ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ, കുറച്ചൊരു ടൈമേ ഉള്ളൂ, സ്ക്രീൻ ടൈമേ ഉള്ളൂ. പിന്നെ അലൻസിയാറുണ്ട്, അലൻസിയാറിനും അത്ര വലിയൊരു സ്ക്രീൻ ടൈം ഒന്നുമില്ല, ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. പക്ഷേ സംഭവം രസകരമായിരുന്നു, നിങ്ങൾ കണ്ടുനോക്ക്. വലിയ സംഭവം എന്നല്ല ഞാൻ വീണ്ടും പറയുന്നില്ല, പക്ഷേ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ. അതിൻ്റെ ബാക്ക് സ്റ്റോറി ആ സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ എന്തുകൊണ്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ വരുന്ന ആ സ്റ്റോറി ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രെഡായിരുന്നു അത്. കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. വേണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ടൊവിനോനെ പോലുള്ള ഒരു സ്റ്റാറൊക്കെ വന്നിട്ട് അത് ചെയ്യായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ പൃഥ്വിരാജോ അല്ലെങ്കിൽ ജയസൂര്യോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി റെക്കഗ്നിഷൻ കിട്ടിയേനെ, കുറച്ചുകൂടി ബെറ്റർ ആയി പോയേനെ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നാലും ഇതിൽ ചെയ്തിരിക്കുന്ന പയ്യൻ അത്യാവശ്യം മോശമല്ലാതെ അവൻ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നുക്കവറാണ്. ഇപ്പം വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. മലയാളം തന്നെ സംസാരിക്കും, മലയാളം തന്നെയാണ്. എനിവേ ഇറ്റ്സ് എ ഗുഡ് ത്രില്ലർ. ചിലപ്പോൾ ഇനി തമിഴിലൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ട് റീമേക്ക് ചെയ്തിട്ട് നല്ല നല്ല ആക്ടേഴ്സൊക്കെ അഭിനയിച്ച് അതിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ 3 സിനിമ കണ്ടു, ലിറ്റിൽ ഹാർട്ട്സ്, പിന്നെ പഴഞ്ചൻ പ്രണയം, ഗോളം. അത്യാവശ്യം തരക്കേടില്ലാത്ത 3 സിനിമകൾ, ഒരു ടൈം പാസ് എന്ന രീതിയിൽ കാണാം. ഭയങ്കര ഗംഭീര സിനിമകളൊന്നുമല്ല, ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും റിവ്യൂസ് ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.